പരധർമ്മം ഭയാവഹമാണ്. സ്വധർമ്മേ നിധനം ശ്രേയഃ. സ്വധർമാനുഷ്ഠാനത്തിൽ മരിച്ചുപോയാലും ദോഷമില്ല എന്നർത്ഥം. അപ്പൊ പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്തിനാണ്? സ്വധർമ്മത്തിനാണ്. പരധർമ്മത്തിലേക്ക് പോകരുത്. അവരവൻ ചെയ്യേണ്ട കർമ്മങ്ങൾ, അതാണ് ഇവിടെ കർത്തവ്യം എന്നുള്ള വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. കർമ്മേന്ദ്രിയങ്ങളാൽ കർത്തവ്യമൊക്കവേ നിർമായമാചരിച്ചിടുകന്നേ വരൂ. മായം ചേർക്കരുത് എന്നർത്ഥം. പറഞ്ഞ എന്താ അർത്ഥം? ചെയ്യേണ്ടത് ശരിക്ക് ചെയ്യാതെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുക എന്നർത്ഥം. പാലിൽ വെള്ളം ചേർക്കുകയല്ല, അതിന് പകരം എന്ത് ചെയ്യും? എല്ലാവർക്കും അറിയാവുന്ന ടെക്നിക്കാണ്, ചെയ്തിട്ടില്ലെങ്കിലും അറിയാം. അപ്പൊ കർമ്മങ്ങളിൽ ഒരു കോംപ്രമൈസും ഇല്ലാതിരിക്കട്ടെ. ചെയ്യുന്നത് നിർമായം, സത്യമായിട്ട്. അല്ലേ? സത്യം, ഋതം എന്ന് 2 വാക്കുണ്ട്, കേട്ടിട്ടുണ്ടാവും അല്ലേ? ഋതം എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിലെ സത്യം, സത്യം എന്ന് പറഞ്ഞാൽ പ്രവൃത്തിയിലെ സത്യം. ഇത് രണ്ടും വേണം. സത്യം വദിഷ്യാമി ഋതം വദിഷ്യാമി തന്മാം അവതു തദ്വക്താരമവതു. ശാന്തിമന്ത്രത്തിലൊക്കെ നമ്മൾ ജപിക്കും. അപ്പോൾ വിശ്വാസത്തിലും വാക്കിലും പ്രവൃത്തിയിലും സത്യാവബോധം ഉണ്ടാകണം. എന്തുകൊണ്ട്? സത്യമേവ ജയതേ. ബാക്കി ന അനൃതം. ഇതാണ് ഉപനിഷത്ത് വാക്ക്. പക്ഷെ നമ്മുടെ ഭരണകർത്താക്കൾ അതങ്ങ് വിട്ടു എന്നർത്ഥം. ഏത്? സത്യമേവ ജയതേ എന്ന് മാത്രമേ എഴുതി വെച്ചുള്ളൂ. ന അനൃതം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ പിന്നെ മഹാരാജാക്കന്മാർ കോടികൾ കൊണ്ട് സ്വിസ് ബാങ്കിൽ ഇടുന്നത്? അതുകൊണ്ടാണ് ന അനൃതം എന്നുള്ള വാക്ക് വിട്ടത്. സത്യമേവ ജയതേ ന അനൃതം. സത്യം മാത്രമാണ് ജയിക്കുന്നത്, കള്ളമല്ല എന്നും കൂടി ഉപനിഷത്തില് ഉറപ്പ് പറഞ്ഞു. അതുകൊണ്ട് എന്ത് വേണം? കർമ്മത്തിൽ, വിശ്വാസത്തിൽ, വാക്കിൽ സത്യമുണ്ടാവട്ടെ. അതെങ്ങനെ വേണം കർമ്മം ചെയ്യാൻ? കർമ്മങ്ങൾ സംഘങ്ങളൊന്നിലും കൂടാതെ, കർമ്മഫലങ്ങളിൽ കാംക്ഷയും കൂടാതെ, കർമ്മങ്ങളെല്ലാം വിധിച്ചവണ്ണം പരബ്രഹ്മണി നിത്യേ സമർപ്പിച്ച് ചെയ്യണം. ഇത്ര സുന്ദരമായ ലൈനാണ്. ശ്രദ്ധിക്കൂ, ആസ്വദിക്കൂ ഇതൊക്കെ നന്നായിട്ട്. കർമ്മങ്ങൾ സംഘങ്ങളൊന്നിലും കൂടാതെ, ചെയ്യുന്ന ഒരു കർമ്മത്തോടും സംഘം, ഒട്ടൽ ഉണ്ടാവാതിരിക്കട്ടെ. കർമ്മത്തിനോടാസക്തി, കർമ്മഫലത്തിനോടാസക്തി, കർത്തൃത്വത്തോടാസക്തി ഒക്കെ നമ്മുടെ കൂട്ടത്തിൽ ഇഷ്ടമുള്ള കർമ്മം ചെയ്യാൻ നമുക്കൊരു അഭിമാനമാണ്. കണ്ടോ, ഞാൻ ഭംഗിയായിട്ടത് ചെയ്തു എന്നൊക്കെ പറയാനൊരു അഭിമാനം നമുക്കുണ്ടാകും. ഇപ്പൊ കർമ്മങ്ങൾ സംഘങ്ങൾ ഒന്നിലും കൂടാതെ, ഒരു തരത്തിലുള്ള കർമ്മത്തോടും. എന്തുകൊണ്ട്? സത്സംഗത്വേ. ഈ നിസ്സംഗഭാവം എങ്ങനെയാ ഉണ്ടാകാൻ കഴിയുക? സത്സംഗങ്ങളിൽ നിന്ന് മാത്രമാണ്. നിസ്സംഗത്വേ നിർമോഹത്വം. ഈ മോഹാവസ്ഥ മാറണമെങ്കിൽ നിർമോഹത്തെ നിശ്ചലതത്വം. ബുദ്ധി നിശ്ചലമാകണമെങ്കിൽ, ഉറയ്ക്കണമെങ്കിൽ, ഓടി നടക്കാതിരിക്കണമെങ്കിൽ നിശ്ചലതത്വേ ജീവൻ മുക്തി. അപ്പൊ സത്സംഗത്തിൽ തുടങ്ങി ജീവൻ മുക്തിയിൽ അവസാനിക്കുന്ന സുന്ദരമായ ഒരു ക്രമം ആചാര്യസ്വാമികള് എവിടെയാ സൂചിപ്പിക്കുന്നത്? ഭജഗോവിന്ദം അഥവാ മോഹമുദ്ഗരം എന്ന പ്രകരണ ഗ്രന്ഥത്തിൽ. അപ്പൊ ഒന്നിനോട് സംഘമുണ്ടാവാൻ പാടില്ല. കർമ്മങ്ങളെല്ലാം നിസ്സംഗാവസ്ഥയിൽ അറ്റാച്ച്മെന്റ് ഇല്ലാതെ, ഒട്ടലില്ലാതെ ചെയ്യാൻ കഴിയണം. എന്തുകൊണ്ട്? ഏതെങ്കിലും കർമ്മത്തിലും, അടുത്തതിൽ സൂചിപ്പിക്കുന്നതാ, കർമ്മഫലങ്ങളിൽ കാംക്ഷയും കൂടാതെ. 2ാം അധ്യായത്തിലെ 48ാമത്തെ ശ്ലോകം നമ്മൾ പഠിച്ചു. 48അല്ല, 47ാമത്തെ ശ്ലോകം എന്തായിരുന്നു? കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു ഗതാച്ഛന മാ കർമ്മഫലഹേതുർഭൂഃ മാ തേ സങ്കോസ്ത കർമ്മണി മാ തേ സങ്കോസ്തു അകർമ്മണി. അല്ലെ, 4 ഘടകങ്ങളെ വിശദമായിട്ടൊക്കെ നമ്മൾ പഠിച്ചതാണ്. അകർമ്മത്തോട് സംഘം ഉണ്ടാവാതെ ഇരിക്കട്ടെ. ഒരു തരത്തിൽ കർമ്മത്തോടും വികർമ്മത്തോടും
ഒന്നും സംഘമുണ്ടാവാതെ ഇരിക്കട്ടെ. വികർമ്മം എന്ന് പറഞ്ഞാൽ വിരുദ്ധ കർമ്മം, വൈദിക വിധിയിലില്ലാത്തത്, നിഷേധിച്ചിട്ടുള്ള കർമ്മങ്ങളെ ചെയ്യുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു കർമ്മങ്ങളിലും യാതൊരു ശക്തിയിൽ എന്താണോ അപ്പോഴപ്പോഴും വരുന്ന കർമ്മങ്ങൾ, ആ കർമ്മനെ അല്ലേ 12ാം അധ്യായം നേരത്തെ സൂചിപ്പിച്ച ഭാഗത്തും ഇതില് 3ാമത്തെ അധ്യായം കർമ്മയോഗത്തിലും ഭഗവാൻ ഇത് തന്നെ സൂചിപ്പിക്കും. ചേതസാ സർവകർമാണി മയി സന്യസ്യ മത്പരാഹ അനന്യേനൈവ യോഗേന മാം ധ്യായന്ത ഉപാസതേ തേഷാമഹം സമുദ്ധർത്ത മൃത്യു സംസാര സാഗരാത്. ആരെയാണ് ഞാൻ മൃത്യു സംസാരത്തിൽ നിന്ന് ഉയർത്തുന്നത്? ചേതസാ സർവകർമാണി മയി സന്യസ്യ. ചേതസാ, കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് വേണ്ടാന്ന് വെച്ചിട്ട് മിണ്ടാണ്ടിരിക്കാനല്ല പറഞ്ഞത്, പിന്നെ ചേതസാ സർവകർമാണി മയി സന്യസ്യ. അപ്പൊ അടുക്കള ജോലി ചെയ്യുന്നതായാലും ആശുപത്രി ജോലി ചെയ്യുന്നതായാലും പോസ്റ്റ് ഓഫീസ് ജോലി ചെയ്യുന്നതായാലും എല്ലാ കർമ്മങ്ങളെയും മനസ്സുകൊണ്ട്, അതാണ് ഈ പറയുന്നത്, കർമ്മങ്ങളെല്ലാം വിധിച്ചവണ്ണം പരബ്രഹ്മണി നിത്യ. ഓരോ വാക്ക് ശ്രദ്ധിക്കൂ. കർമ്മങ്ങൾ എന്തെങ്കിലും അല്ല, പിന്നെ കർമ്മങ്ങളെല്ലാം, ഗാർഹിക സാമുദായിക ഔദ്യോഗിക സമസ്ത കർമ്മങ്ങളെയും എല്ലാം അതിൽ മാറ്റിവെക്കണ്ട. കുറച്ച് കർമ്മം എനിക്കായിട്ട്, ബാക്കിയൊക്കെ അതെങ്ങനെ വേണം? വിധിച്ചവണ്ണം. എന്നാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു, എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ട പാടില്ല. വിധിപ്രകാരം തന്നെ ആ കർമ്മങ്ങളെ അനുഷ്ഠിച്ചിരിക്കണം. എവിടെയാ സമർപ്പിക്കേണ്ടത്? പരബ്രഹ്മണി. ഒരു പ്രത്യേക ഭഗവാന്റെ രൂപത്തിലല്ല എന്നും കൂടെ അതിലൊരു ധ്വനി മനസ്സിലാക്കിക്കോളൂ വേണമെങ്കിൽ. പരബ്രഹ്മണി എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? ഒരു പ്രത്യേക രൂപത്തില് ഗുരുവായൂരപ്പനെന്നോ പാർസാരഥിയെന്നോ അയ്യപ്പനെന്നോ പറഞ്ഞിട്ടല്ല, പിന്നെ പരബ്രഹ്മണി ആ ഭാവത്തിൽ ചെയ്യാൻ കഴിയട്ടെ. പരബ്രഹ്മണി എപ്പോഴാ ചെയ്യേണ്ടത്? അല്ല, തിങ്കളാഴ്ച ദിവസം രാവിലെ ഞാൻ 1 മണിക്കൂർ അങ്ങനെ ചെയ്യും, പിന്നുള്ള സമയമൊക്കെ അല്ല, നിത്യേ സമർപ്പിച്ച് ചെയ്യണം. എപ്പോഴും എന്തെന്ത് കർമ്മങ്ങൾ ചെയ്യുന്നുവോ, ശരീരത്തിന്റെയും മനസ്സിന്റെയും ബുദ്ധിയുടെയും തലത്തിൽ ചെയ്യുന്ന വ്യവഹാരങ്ങളൊക്കെ കർമ്മങ്ങൾ എന്ന വാക്കിന്റെ നിർവചനത്തിൽ വരും എന്നർത്ഥം. അല്ല, കൈകൊണ്ടും കാലുകൊണ്ടും ചെയ്യുന്ന മാത്രമല്ല കർമ്മം, പിന്നെ മനസ്സും ബുദ്ധിയും കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളും എന്നർത്ഥം. അപ്പൊ മനസ്സിൽ വേണ്ടാത്ത ചിന്തകൾ വരുന്നതുമൊക്കെ കർമ്മമാണ് എന്ന് മറക്കരുത്. വേണ്ടാത്ത ചിന്തകൾ, ഉള്ളിലിരുന്ന് ഭഗവാൻ ഇതെല്ലാം അറിയുന്നുണ്ട്. നേരത്തെ ഈ അമ്മ സൂചിപ്പിച്ച ഭാവഗ്രാഹി, ഭാവഗ്രാഹിയായ ജനാർദ്ദൻ ഉള്ളിലിരുന്ന് ഇതിനെയൊക്കെ അറിയുന്നുണ്ട്. അതുകൊണ്ട് ഭഗവാനെ കളിപ്പിച്ചു എന്ന് വിചാരിക്കരുത്. വേറെ ആരെ കളിപ്പിക്കാൻ സാധിച്ചാലും അന്തരാത്മാവായി ഉള്ളിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ചിന്തകളെയും ഉദ്ദീപിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഭഗവത് ചൈതന്യത്തില് എങ്ങനെയാണ് കളിപ്പിക്കാൻ കഴിയുക? അതുകൊണ്ട് പരബ്രഹ്മണി നിത്യേ സമർപ്പിച്ച്, സമ്യക് അർപ്പണമാണ് സമർപ്പണം. വിധിപ്രകാരം വേണ്ടതുപോലെ പൂർണ്ണമായ മനസ്സോടുകൂടി, യഥാവിധി എന്നൊക്കെ അർത്ഥം. നിർമ്മലമായുള്ള ഒരാത്മാവ് തന്നോട് കർമ്മങ്ങളൊന്നുമേ പറ്റുകയില്ലെന്നാൽ, നിർമ്മലമായുള്ള ആത്മാവിനോട് കർമ്മങ്ങളൊന്നും പറ്റുകയില്ല എന്നർത്ഥം. ഞാനീ പറഞ്ഞതെല്ലാമേ ധരിച്ച് തൽ ജ്ഞാനസ്വരൂപം വിചാരിച്ച് സന്തതം മാനത്തെയൊക്കെ ത്യജിച്ച്. എന്താണ് മാനത്തെ ത്യജിക്കാൻ പറഞ്ഞത്? ദുരഭിമാനം, ദേഹാഭിമാനം. അല്ലേ, നേരത്തെ പറഞ്ഞില്ലേ, ബ്രാഹ്മണോഹം നരേന്ദ്രോഹം എന്നാഢ്യോഹം. അഭാവമെല്ലാം വിടൂ, എല്ലാ മാനത്തെ ത്യജിച്ചിട്ട് എന്ത് വേണം? നിത്യം പരമാനന്ദം ഉൾക്കൊണ്ട്, പരമാനന്ദ സ്വരൂപിയായ ആത്മാവിനെ ഉള്ളിൽ സാക്ഷാത്കരിച്ചിട്ട് എന്ത് വേണം? മായാവിമോഹങ്ങൾ മാനസത്തിങ്കൽ നിന്നാശുകളക നീ. അതുകൊണ്ട് എന്ത് വേണം? മനസ്സിൽ നിന്ന് ഈ മായാവിമോഹങ്ങളെ മുഴുവൻ കളയൂ. എന്തുകൊണ്ട്? മാനമല്ലോ പരമാപദാമാസ്പദം. ഈ അഭിമാനമാണ് പരമമായ ആപത്തിനും ആസ്പദം. പരം ആപദാം ആസ്പദം. ഏറ്റവും വലിയ അപകടം വരെ ക്ഷണിച്ചു വരുത്തുന്നത് ഈ മാനമാണ്. ലോകമഹായുദ്ധങ്ങളുണ്ടായിട്ടുള്ളത് പോലും
ആരുടെയൊക്കെയോ മാനങ്ങൾക്ക് എവിടെയൊക്കെയോ പോറലേറ്റത് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നമുക്ക് ബാക്കി ഭാഗത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം. ചായ കുടിക്കാൻ പോകാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ബാക്കി കുറച്ച് ഭാഗം കൂടി വായിക്കാനുണ്ട്, അത് വായിച്ചു തീർക്കാം, അല്ലെങ്കിൽ വന്നിട്ട് വായിച്ചു തീർക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ശരാശരി ഒരു കാണ്ഡമാണ് നമ്മുടെ ടാർഗറ്റ്. കൃത്യമായി അത് പാലിക്കാൻ പലപ്പോഴും നമുക്ക് സാധിക്കില്ല, കുറച്ചേറ്റക്കുറച്ചിൽ ഉണ്ടാവും. ഇപ്പോൾ ലക്ഷ്മണോപദേശമാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. മാനസത്തിങ്കൽ നിന്നാശുകളക നീമാനമല്ലോ പരമാപദാമാസ്പദം. എല്ലാത്തിനും കാരണം എന്താണ്? സകല ദോഷങ്ങൾക്കും സകല പ്രശ്നങ്ങൾക്കും കാരണം ഈ മാനമാണ്. എന്ത് മാനം? ദുരഭിമാനം അഥവാ ദേഹാഭിമാനം. അതുകൊണ്ടാണ് മാനത്തെ കളയൂ എന്ന് പറഞ്ഞു. മാനത്തെ എവിടെ നിന്നാണ് കളയേണ്ടത്? മാനസത്തിങ്കൽ നിന്ന് ആശു കളയ. അപ്പൊ ഈ ദേഹാഭിമാനമൊക്കെ സൃഷ്ടിക്കുന്നത് മനസ്സിൽ ചിന്തകളായിട്ടാണ് നിലനിൽക്കുന്നത്. ഞാൻ എന്ന ചിന്ത. നമ്മൾ സുഷുപ്തിയിൽ നിന്ന് ഉണരുമ്പോൾ ആദ്യം ഉണരുന്ന ചിന്ത ഭഗവാനെ എന്നുള്ള ചിന്തയല്ല. പിന്നെന്താണ്? ഞാൻ എന്ന ചിന്തയാണ്. എനിക്കങ്ങനെയൊന്നുമല്ല, ഞാൻ ഗുരുവായൂരപ്പ എന്ന് വിളിച്ചുകൊണ്ടാണ് ഉണരുന്നത്. ആരാ ഗുരുവായൂരപ്പ എന്ന് വിളിക്കുന്നത്? ഞാൻ. അപ്പൊ ആരാദ്യം ഉണരുന്നത്? സംശയമില്ലല്ലോ. ഇനി പലരും അങ്ങനെ പറയാറുണ്ട്, ഞാൻ ഗുരുവായൂരപ്പ എന്ന് വിളിച്ചുകൊണ്ടാണ് ഉണരുന്നത്. ആ പറച്ചിൽ തന്നെയുണ്ട്. ആദ്യം ഉണർന്നത് ആരാണ്? സകല ജീവികളിലും ആദ്യം ഉണരുന്ന ചിന്ത അഹം ചിന്തയാണ്. ആ അഹം ചിന്തയ്ക്കും പ്രേരകമായിട്ട് നിൽക്കുന്ന എന്താണ്? ബോധസ്വരൂപേണ നമ്മുടെ ഉള്ളിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന അതാണ്. ആ അഹം ചിന്ത മുതൽ ഈ പറഞ്ഞത് വരുന്നു. മാനമല്ലോ പരമാപദാം ആസ്പദം. അതിനെന്താ ചെയ്യേണ്ടത്? ആ ചിന്ത എൻ്റെ ഉള്ളിൽ ഉദിക്കുന്നത് സർവേശ്വരൻ്റെ സാന്നിധ്യം കൊണ്ടാണ്. ആ ചൈതന്യം ഇൻസ്പയർ ചെയ്യുന്നതുകൊണ്ടാണ്, ഇല്യൂമിൻ ചെയ്യുന്നതുകൊണ്ടാണ്, എൻലിവൻ ചെയ്യുന്നത് കൊണ്ടാണ്, എൻലൈറ്റൻ ചെയ്യുന്നത് കൊണ്ടാണ്, സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ്. നന്നായിട്ട് ഉറപ്പിക്കൂ. അപ്പൊ പിന്നെ ആ അഹംത്തിന്റെ വികൃതമായ ആവിഷ്കാരം തനിയെ ഇല്ലാതെയാകും. അപ്പോൾ സ്വയം ബോധിക്കാൻ കഴിയും ഉള്ളിൽ ആ ചൈതന്യം. ആ അഹമാണ് തത്വമസി നിർദ്ദേശത്തെ തുടർന്ന് അനുഭവിക്കാൻ കഴിയുന്ന അഹം ബ്രഹ്മാസ്മി എന്ന ദി പ്യൂറസ്റ്റ് ഫോം ഓഫ് ഐ തോട്ട്. ഏറ്റവും ശുദ്ധമായ അഹം ചിന്ത. അതാണ്. അത് ആ തലത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് കഴിയുമ്പോൾ മാത്രമാണ് അഹം ബ്രഹ്മാസ്മി എന്ന് അനുഭവിക്കാൻ കഴിയുക. അപ്പം മാനസത്തിങ്കൽ നിന്ന് ഈ മാനത്തെ കളയുമെന്ന് പറയുമ്പോൾ സാരജ്ഞനായ ലക്ഷ്മണന് മനസ്സിലാകണം അഹം ബ്രഹ്മാസ്മി എന്ന മഹാവാക്യത്തെയാണ് ശ്രീരാമചന്ദ്രൻ ഉദ്ദേശിക്കുന്നത്. ഇത് വരികൾക്കിടയിലൂടെ വായിച്ചെടുക്കേണ്ട ഗൂഢസന്ദേശമാണ്. അല്ലെങ്കിൽ മാനത്തെ കളയണം എന്ന് മാത്രം പറഞ്ഞു എന്നുള്ളു അല്ല. അതിനെ ട്രേസ് ചെയ്ത് പുറകിലേക്ക് പോകൂ, അപ്പോൾ മനസ്സിലാക്കാം. ഈ മാനത്തിന് കാരണം ആരാണ്, എന്താണെന്ന് ചിന്തിച്ച് പോകുമ്പോൾ മനസ്സിലാക്കും ശുദ്ധമായ ഞാനിൽ എത്തിച്ചേരും. എന്നിട്ട് പിന്നെ കഥാഭാഗമൊക്കെ സൂചിപ്പിക്കുന്ന അതൊക്കെ നമുക്കറിയാവുന്ന ഭാഗങ്ങളാണ്. സൗമിത്രി മാതാവിനോടൊക്കെ പറഞ്ഞു ഓരോരുത്തരായിട്ട് പോകാനുള്ള. സീത പെർമിഷൻ വാങ്ങിച്ചു, അമ്മയെ അനുഗ്രഹിച്ചു. എന്ത്? എൻ മകനാശു നടക്കുന്ന നേരവും കന്മഷം തീർന്നിരുന്നിടുന്ന നേരവും തൻ മതി കെട്ടുറങ്ങിയിടുന്ന നേരവും
സമ്മോദമാർന്നു രക്ഷിച്ചിടുവിൻ നിങ്ങൾ. എല്ലാ ദേവതമാരെയും വിളിച്ച് പ്രാർത്ഥിച്ചു. എന്താണ് ഈ മതി കെട്ടുറങ്ങുക എന്ന് പറഞ്ഞാൽ? ചിന്തിച്ചിട്ടുണ്ടോ? തൻ മതി കെട്ടുറങ്ങിയിടുന്ന നേരവും ബുദ്ധി ശരിയായ ഗാഠനിദ്രയിൽ ബുദ്ധിയും മനസ്സുമൊക്കെ സുപ്തമാകുന്നു, ഡോർമന്റ് ആകുന്നു, ഉറങ്ങുന്നു എന്ന്. അതാണ് മതികെട്ട്. ചെറിയ മയക്കമൊക്കെ ആണെങ്കിൽ അത് വരില്ല എന്നർത്ഥം. ഗാഠനിദ്ര, സുഷുപ്തിയാണ് അവിടെ സൂചിപ്പിക്കുന്നത് എന്നർത്ഥം. അനുഗ്രഹിച്ചു. അപ്പോൾ ലക്ഷ്മണൻ പറയുന്ന മറുപടി ശ്രദ്ധിക്കൂ എന്നർത്ഥം. എന്നുള്ളിലുണ്ടായിരുന്നൊരു സംശയം നിന്നരുളപ്പാടു കേട്ടു തീർന്നു തുലോം. സിദ്ധോസ്മി അനുഗ്രഹീതോസ്മി എന്ന് പരീക്ഷിത് മഹാരാജാവ് ശ്രീ ശിവബ്രഹ്മർഷിയോട് പറഞ്ഞതും നഷ്ടോ മോഹ സ്മൃതിർലബ്ധ്വാ ത്വത്പ്രസാദാത് മയാച്യുത എന്ന് അർജുനൻ പാർത്ഥസാരഥി ഭഗവാനോട് പറഞ്ഞതുമൊക്കെ അവിടെ ഓർമ്മിക്കും. ഇതാണ് ഉപദേശം ശരിക്ക് ശ്രമിച്ചാലുള്ളതിൻ്റെ ഫലം. ശ്രവണം ഭംഗിയായിട്ട് നിർവഹിച്ചു എന്നതിൻ്റെ സൂചനയാണ്. എന്താ ശ്രവണം എന്ന് പറഞ്ഞാൽ? സാധാരണ നമ്മൾ പറയും കേൾക്കൽ അല്ല. കേൾക്കൽ ഫിസിക്കൽ ആക്ടിവിറ്റി, ശരീരത്തിന്റെ തലത്തിൽ നടക്കുന്ന ഒരു പ്രക്രിയയാണ്. ശ്രവണം മോർ എ മെന്റൽ ആക്ടിവിറ്റി ദാൻ എ ഫിസിക്കൽ ആക്ടിവിറ്റി. എന്തുകൊണ്ട്? പൂർണ്ണമായിട്ട് മനോബുദ്ധിയാദികളുടെ സാന്നിധ്യത്തോടു കൂടി ഒരു വസ്തു കേൾക്കുമ്പോഴാണ് അതിനെ ശ്രവണം എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ അത് നമ്മൾ ഡിസ്റ്റിങ്വിഷ് ചെയ്യാറുണ്ട്, ഹിയർ ആൻഡ് ലിസൺ. മലയാളത്തിൽ എന്താ ഒരു അല്ലേ? മലയാളത്തിൽ കേൾക്കുക, കേൾക്കുക എന്ന് പറയുമ്പോൾ ഇതിനകത്ത് രണ്ടും വരുന്നു എന്നർത്ഥം. പക്ഷെ ഇംഗ്ലീഷിൽ അത് വെറുതെ ചപ്പടാച്ചി പ്രസംഗമൊക്കെ നമ്മൾ പോയിരുന്ന് വി ജസ്റ്റ് ഹിയർ. അതേസമയത്ത് രാമായണമോ ഭാഗവതമോ ഭഗവത്ഗീതയോ ഒക്കെ പറയുന്നിടത്തോ ലിസൺ എന്ന് പറഞ്ഞാൽ എന്താണ്? പൂർണ്ണ ശ്രദ്ധയോടുകൂടി, വിശ്വാസത്തോടുകൂടി, താല്പര്യത്തോടുകൂടി, അപ്പോഴേ അത് ശ്രവണം ആകുന്നുള്ളൂ. പലരുടെയും ധാരണ ശ്രവണം എന്ന് പറഞ്ഞാൽ അവിടെ പോയിരുന്നാൽ ഉറങ്ങിയാൽ പോലും പ്രയോജനം ഉണ്ടെന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. അതുകൊണ്ടാണല്ലോ ഈ സപ്താഹ സ്ഥലങ്ങളിലൊക്കെ മിക്കവാറും, ഇവിടെ പിന്നെ ഭാഗ്യത്തിന് കസേര ഇട്ടു, അതുകൊണ്ട് രക്ഷപ്പെട്ടു. അല്ലെങ്കിലോ തൂണ് നോക്കിയാണല്ലോ ആളുകൾ ഇരിക്കുക പലപ്പോഴും. നല്ല സൗകര്യമാണ്. പ്രത്യേകിച്ച് ഉച്ച കഴിഞ്ഞുള്ള സെഷനാണെങ്കിൽ പറയാൻ വേണ്ട. ശ്രവണം എന്നുള്ള വാക്കിന്റെ അർത്ഥത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പൊ ശരിയായ ശ്രവണം നിർവഹിച്ച ലക്ഷ്മണന് ഇത് മനസ്സിലാകുന്ന ഭഗവാൻ ഉറപ്പുണ്ടായിരുന്നു. അത് ഉറപ്പ് ശരിയായി എന്ന് ലക്ഷ്മണൻ തിരിച്ചു പറയുന്നു. ഈ പറഞ്ഞ ആളുകളെയൊക്കെ നമ്മൾ സൂചിപ്പിച്ചില്ലേ അതെന്ന് അല്ലേ? അർജുനനും പരീക്ഷിത് മഹാരാജാവ് ഉദ്ധവരും ഒക്കെ ഏറ്റു പറഞ്ഞു. ഇനി എന്തെങ്കിലും അറിയണമെന്ന് താല്പര്യമുണ്ടോ എന്ന് പരീക്ഷത്തിനോട് ശ്രീ ശിവബ്രഹ്മർഷി ചോദിച്ചപ്പോൾ പറഞ്ഞു, വേണ്ട, അറിയേണ്ടതെല്ലാം ഞാൻ അറിഞ്ഞു കഴിഞ്ഞു. അനുഗ്രഹീതോസ്മി. 12-ാം സ്കന്ധത്തിലെ 6-ാം അധ്യായത്തിൽ, 5-ാമത്തെ അധ്യായത്തിൽ ബ്രഹ്മോപദേശം, 6-ാമത്തെ അധ്യായത്തിൽ പരീക്ഷിത് മഹാരാജാവ് തിരിച്ച് പറയുന്നു. അതുപോലെ 18-ാം അധ്യായത്തിൽ അർജുനൻ ഭഗവാനോട് പറയുന്നു, നഷ്ടോ മോഹ സ്മൃതിർലബ്ധ്വ. എന്റെ സകല തെറ്റിദ്ധാരണകളെയും അറിവില്ലായ്മയും അവിദ്യയുടെ പ്രകടനവും ഒക്കെ ഇല്ലാതായിരിക്കുന്നു ഭഗവൻ. എന്തുകൊണ്ട്? ത്വത്പ്രസാദാത്, അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് എനിക്കില്ല. ഇവിടെ അത് തന്നെയാണ് പറഞ്ഞതെന്ന് ശ്രദ്ധിക്കൂ. നിന്നരുളപ്പാടു കേട്ട് തീർന്നു തുലോം. ഭഗവാനെ അങ്ങയുടെ അത്ഭുതവാണികൾ കേട്ട്, അമൃതവാണികൾ കേട്ട് അടിയന്റെ സംശയം പൂർണ്ണമായി ഇല്ലാതായി. ഈ അവസ്ഥ നമുക്കും സാധിക്കണം. ശ്രവണം നമ്മെ അതിന് സഹായിക്കണം. ശ്രവണവും അതേ തുടർന്ന് വരുന്ന മനനവും. ശ്രവണം കൊണ്ടേ മനനം സാധിക്കൂ, വെറുതെ കേട്ടുള്ളത് കൊണ്ട് മനനം സാധിക്കില്ല. നല്ല ശ്രദ്ധയോടുകൂടി മനസ്സിന്റെ ബുദ്ധിയുടെ ഒക്കെ ആ ഒരു ലക്ഷ്യബോധത്തോടുകൂടി, ആ ഉറപ്പോടുകൂടി ഗുരുനാഥനിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ച് കേൾക്കുമ്പോഴാണ് ഇത് നമുക്ക്
പ്രയോജനപ്പെടുന്നത് എന്നർത്ഥം. എന്നിട്ടെന്ത് പറഞ്ഞു? ഞാനും കൂടെ വരാൻ അനുവദിക്കണമെന്ന് പറഞ്ഞു. ശരി, വന്നോളൂ എന്ന് പറഞ്ഞു. പിന്നെ നേരെ ചെന്ന് സീതാദേവിയുടെ അടുത്തേക്ക് ചെന്നു. ഇപ്പൊ സീതാദേവി എന്തേ ഇങ്ങനെ ഒറ്റയ്ക്കൊക്കെ വന്നത്? അകമ്പടിയൊന്നും ഇല്ലാതാണല്ലോ വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് യുവരാജാവായിട്ട് അഭിഷേകം ചെയ്യാൻ പോകുന്ന ആളാണ്. ഇങ്ങനെയൊന്നും വരാൻ പാടില്ലല്ലോ. എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ കഥകളൊക്കെ പറഞ്ഞു. അപ്പൊ പറഞ്ഞു, കാട്ടിലേക്ക് പോവുകയാണെങ്കിലേ മുന്നിൽ നടപ്പേൻ വനത്തിന് ഞാൻ, മമ പിന്നാലെ വേണം. അല്ലേ? ഭാര്യമാർ അന്നേ തുടങ്ങി വെച്ചിട്ടുണ്ട് ഈ ഒരു കണ്ടീഷൻ. എന്റെ പിന്നാലെ നടന്നോണം എന്ന്. ഇപ്പൊ തുടങ്ങിയതല്ല എന്നർത്ഥം. അന്നേ പറഞ്ഞു വെച്ചിട്ടുണ്ട്, എന്റെ പിന്നാലെ വേണം നിങ്ങൾ നടന്നു. അവിടെ കാട്ടിൽ പോവുകയാണെങ്കിലും എനിക്ക് നിർബന്ധമാണ് എന്ത്? എന്റെ പിന്നിൽ തന്നെ നിങ്ങൾ നടക്കണം. അതിന് ഞാൻ ഇത്തിരി കഷ്ടപ്പെട്ടാലും വേണ്ടതില്ല, ഞാൻ മുന്നേ നടക്കുന്നതാണ്. മുന്നിൽ നടപ്പേൻ വനത്തിന് ഞാൻ, മമ പിന്നാലെ വേണം എഴുന്നള്ളുവാൻ ഭവാൻ. എന്നെ പിരിഞ്ഞു പോകുന്നത് ഉചിതമല്ല, ഒന്നുകൊണ്ടും ഭവാൻ എന്ന് ധരിക്കണം. പിന്നെ അങ്ങോട്ട് പിന്നെ ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞ് സീതയെ പിന്തിരിപ്പിക്കാൻ നോക്കി. ഒടുവിൽ കുറേ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. ഇതിനു മുമ്പ് എത്രയോ തവണ രാമായണം ആവർത്തിച്ചിട്ടുണ്ട്. അന്നൊന്നും സീതാദേവിയെ കൊണ്ടുപോകാതെ രാമൻ രാവണനും കൊണ്ടുപോയിട്ടുണ്ട് ഓരോ രാമായണം നടക്കുമ്പോഴും. രാമനും രാവണനും തമ്മിൽ വലിയ വ്യത്യാസമില്ല, ചെറിയൊരു അക്ഷരത്തിന്റെ വ്യത്യാസമേ ഉള്ളൂ. അന്നൊക്കെ സീതയുടെ കൂടെ രാമൻ പോയിട്ടുമുണ്ട്. അന്നൊക്കെ രാവണൻ അത് പറഞ്ഞില്ല കേട്ടോ. ഉണ്ടോ പുരുഷൻ പ്രകൃതിയെ വേറിട്ട്? എപ്പോഴാണ് പ്രകൃതി പുരുഷനിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത്? ശ്രീപരമേശ്വരൻ പാർവതീദേവിയെ മടിയിൽ വെച്ചിരിക്കുന്ന കണ്ടിട്ട് ഒരാൾ ആക്ഷേപിച്ചു. ആരായിരുന്നു? ചിത്രകേതു അവിടെ ചെന്നിട്ട് വളരെ മോശമായ രീതിയിലാണ് സംസാരിച്ചത്. പ്രാകൃതന്മാര് പോലും ഇങ്ങനെ ചെയ്യില്ലേ? അവരാണെങ്കിലും രഹസ്യമായിട്ടൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുള്ളൂ. ഇതാ മഹാദേവൻ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു. മഹാദേവന്റെ മുഖത്തൊരു പുഞ്ചിരി അല്ലാതെ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ അമ്മയ്ക്ക് അതങ്ങോട്ട് സഹിച്ചില്ല എന്ന് പറഞ്ഞു. ഇവനോ ആരട്ടോ എന്നെ ചോദ്യം. അതുകൊണ്ട് അസുരഭാവത്തിൽ ഇത് കണ്ട നീ അസുരനായിട്ട് ജനിക്കട്ടെ എന്ന്. ആ ചിത്രകേതുവാണ് പിന്നീട് വൃത്രാസുരനാകുന്നത്. പരമഭക്തനായിട്ട് ദേവേന്ദ്രന് പോലും ഉപദേശം ചെയ്യത്തക്കവണ്ണം ഭക്തിയുടെ പരമമായ ഭാവം പഠിക്കണമെങ്കിൽ വൃത്രാസുരന്റെ സ്തുതി നോക്കൂ. അജാതപക്ഷ ഇവ മാതരം ഖഗ. ഭാഗവത്തിൽ വേറെ ഒരു സ്തുതിയും ഇല്ല ഇത്ര സുന്ദരമായ തലത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ചിറകുമുളയ്ക്കാത്ത പക്ഷിക്കുഞ്ഞ് എങ്ങനെയാണോ ആഹാരം കൊണ്ടുവരുന്ന അമ്മയെ പക്ഷിയെ കാത്ത് ഇരിക്കുന്നത്. ഉദാഹരണം അതിലേക്ക് പോയാൽ നമ്മുടെ ടാർഗറ്റ് സൂചിപ്പിക്കുന്നത് എന്താണ് ഭക്തിയുടെ ഒരു ഭാവം. ഇവിടെ പറയാൻ കാര്യം എന്താണ്? ഉണ്ടോ പുരുഷൻ പ്രകൃതിയെ വേറിട്ട്? അതെന്തിന്റെ സൂചനയാണ്? പുരുഷനും പ്രകൃതിയും എപ്പോഴും ഒന്നിച്ചു നിൽക്കുന്നതാണ്. അതാണ് പാർവതീദേവിയെ ആലിംഗനം ചെയ്തുകൊണ്ട് ഭഗവാൻ മടിയിൽ ഇരുത്തിയിരിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നത്. ഇതറിയാമെങ്കിലും അറിയാത്തതുപോലെ ഭാവിച്ചു. ആര്? ചിത്രകേതു പോയി കഴിഞ്ഞപ്പം ഭഗവാൻ ചെവിയിൽ പറഞ്ഞു. അടുത്ത സൗകര്യമാണല്ലോ, മടിയിലിരിക്കുന്നതുകൊണ്ട് ചെവി പറയാൻ വളരെ എളുപ്പമല്ലേ. വേണ്ടിയിരുന്നില്ല കേട്ടോ. പരമമായ ഭക്തനാണ്. മുണ്ടാണ്ട് പോയി എന്ന് വിചാരിച്ച് തിരിച്ച് ശപിക്കാൻ ശക്തിയുള്ളവനാണ് ചിത്രകേതു. പക്ഷെ ശപിക്കാതിരുന്നത് അയാളുടെ നല്ല ഗുണം. എന്ത് പറഞ്ഞിട്ടാ ചിത്രകേതു പോകുന്നത്? അമ്മയ്ക്ക് ബുദ്ധിമുട്ടുണ്ടായതിൽ ക്ഷമിക്കണം, അമ്മയുടെ ശാപത്തെ ഞാനിതാ 2 കൈയും കൂപ്പി സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. എത്രയോ തരം ഭക്തന്മാരെ നമുക്ക് സന്ദർഭവശാൽ സൂചിപ്പിച്ചെന്ന് മാത്രം പറയാൻ കാര്യം. ഉണ്ടോ പുരുഷൻ പ്രകൃതിയെ വേറിട്ട് രണ്ടുമൊന്നത്രേ വിചാരിച്ചു കാൺകിലോ. പ്രകൃതിയും പുരുഷനും ഒരിക്കലും രണ്ടായിട്ടില്ല. എന്തുകൊണ്ട്? പഞ്ചസാരയും അതിന്റെ മധുരവും രണ്ടായിട്ടിരിക്കുന്നുണ്ടോ എപ്പോഴെങ്കിലും? ധർമ്മം എന്ന വാക്കിനെ കുറിച്ച് പഠിച്ചപ്പോൾ നമ്മളത് സൂചിപ്പിക്കുകയുണ്ടായിരുന്നത്.
യാതൊന്നാണോ ഒന്നിനെ അതാക്കി നിലനിർത്തുന്നത് അതാണ് അതിൻ്റെ ധർമ്മം. അഗ്നിയും അതിൻ്റെ ദാഹക ശക്തിയും പഞ്ചസാരയും അതിൻ്റെ മാധുര്യവും ഒക്കെ നമ്മൾ അതുപോലെ മനസ്സിലാക്കൂ. അതാണ് ഇവിടെ പറഞ്ഞത്, രണ്ടുമൊന്നത്രേ വിചാരിച്ചു കാൺകിലോ. പഞ്ചസാര വേറെ മധുരം വേറെ എന്നാരും വിചാരിക്കാറില്ല. അതുപോലെയാണ് പുരുഷനും പ്രകൃതിയും രണ്ടല്ല, ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് എന്ത് വേണം? അവസാനം വരെ ഞാൻ അങ്ങയുടെ കൂടെ വേണം എന്നൊക്കെ പറഞ്ഞു. ഒടുവിൽ ശരി, ഓക്കെ, രണ്ടുപേരോടെ ഓക്കെ പറഞ്ഞുള്ളൂ. ആരോടൊക്കെ? ലക്ഷ്മണനോടും സീതാദേവിയോടും മാത്രമാണ് ഓക്കെ പറഞ്ഞു. തയ്യാറായി. പിന്നെ നേരെ ചെന്ന് സുമിത്രയുടെ അടുത്ത് യാത്ര ചോദിക്കാൻ പോകുന്നു. സാധാരണ അമ്മമാരാണെങ്കിൽ ആരാണെങ്കിലും എന്ത് പറയുമായിരുന്നു? അവർ രണ്ടുപേരും കൂടെ പോകണമെങ്കിൽ പോട്ടെ, നിനക്കിപ്പോ എന്തിനാ ഈ കാട്ടിൽ പോകേണ്ട കാര്യം? ഉണ്ടാണ്ട് അവിടെങ്ങാനും മാറി അല്ല, നമ്മളൊക്കെ ആണെങ്കിൽ അങ്ങനല്ലേ പറയുമായിരുന്നുള്ളൂ. ആലോചിച്ച് നോക്കാവുള്ളൂ. പക്ഷെ ജ്ഞാനസ്വരൂപിണിയായ ജ്ഞാനശക്തിയുടെ പ്രതീകമായ, കഴിഞ്ഞ ദിവസം പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, ഇച്ഛാശക്തി, ക്രിയാശക്തി, ജ്ഞാനശക്തിയുടെ പ്രതീകങ്ങളായിട്ട് കൗസല്യ, കൈകേയി, സുമിത്ര അന്നേരം നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. ജ്ഞാനത്തിൻ്റെ എംബോഡിമെൻ്റാണ്, പ്രതീകമാണ് സുമിത്ര. ദേവി പറയുന്നത് രാമായണത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ലൈനായിട്ടാണ് സങ്കല്പിച്ചിരിക്കുന്നത്. അതിന് വേറെ ഒരു കഥയൊക്കെ ഉണ്ട്, അതിലേക്കൊന്നും പോകാൻ ഇപ്പൊ വരരുചിയുടെ കഥയിലൊക്കെ സൂചിപ്പിക്കുന്നു. രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജാം അയോധ്യാം അടവീം വിദ്ധി ഗച്ഛതാത യഥാസുഖം. ഏറ്റവും പ്രസിദ്ധമായ 4 വരിയാണ് രാമായണത്തില്. എങ്ങനെ വേണം? രാമം ദശരഥം വിദ്ധി, രാമനെ നിത്യം ദശരഥനെന്നുള്ളിൽ ആമോദമോടു നിരൂപിച്ചു കൊള്ളണം. ആദ്യം പറഞ്ഞത് മൂലത്തിലെയാണ്, ഇപ്പൊ പറയുന്നത് എഴുത്തച്ഛൻ്റെ രാമായണത്തിലെയാണ്. പിന്നെയോ, എന്നെ ജനകാത്മജയെന്നുറച്ചുകൊൾ. സീതാദേവി ആരായിട്ട് കാണണം? കാട്ടിലൊക്കെയാണ് പോകുന്നതേ, അതുകൊണ്ട് വേറെ ദുശ്ചിന്തയൊന്നും ഉണ്ടാവരുത്. അതുകൊണ്ട് എന്ത് വേണം? അമ്മയായിട്ട് കാണൂ. പിന്നെയോ, പിന്നെ അയോധ്യയെന്നോർത്തിടവിയെ. മുമ്പേ പറഞ്ഞ 4 വരിയുടെ അതേ ട്രാൻസ്ലേഷനാണ്. രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജ അയോധ്യാമടവീം വിദ്ധി ഗച്ഛതാദയതാ സുഖം. മുഴുവൻ ഓർത്തില്ലെങ്കിൽ ഇങ്ങനെ ഒരു ഭാഗം ഉണ്ടെന്നെങ്കിലും ഓർമ്മയിലിരിക്കട്ടെ. എത്ര പ്രസിദ്ധമായ ഭാഗമാണ്. അങ്ങനെ സുഖമായിട്ട് പോയി വരുന്ന സുമിത്രയുടെ അനുഗ്രഹം വാങ്ങി ഒരുമിച്ച് പോകാൻ തയ്യാറായി. എല്ലാവരും കൂടെ ഒക്കെ ഇങ്ങനെ പോകാൻ തയ്യാറായപ്പോഴത്തേക്ക് ആളുകളെല്ലാവരും, നാട്ടുകാരെല്ലാവരും അപ്പോഴത്തേക്ക് എന്തിനാ വന്ന് നിന്നത്? ഇവർ കാട്ടിൽ പോകുന്ന കാണാനല്ല, പിന്നെ യുവരാജാവിട്ട് അഭിഷേകം ചെയ്യുന്നത് കാണാനാണ് വന്നത്. അപ്പോഴത്തേക്ക് ആകപ്പാടെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞു. ആളുകൾ തമ്മിൽ ഇങ്ങനെ അങ്ങോട്ട് വിറുവിറുക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് ചിലരൊക്കെ ഇതൊന്നും അല്ല, ഇങ്ങനൊന്നും ആയാൽ ശരിയാകില്ല, അങ്ങനെ കാട്ടിൽ പോവുകയാണെങ്കിൽ നമ്മളും കൂടെ ഭഗവാന്റെ കൂടെ അങ്ങ് പോവുക എന്നുള്ളതേ ഉള്ളൂ, ഇതെന്ത് മര്യാദകേടാണ്, ഇതാന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കി തുടങ്ങി. അപ്പം സമയമായപ്പം പിന്നെ ദശരഥന്റെ സുഹൃത്തും ഒരു വസിഷ്ഠന്റെ സുഹൃത്തും ഒക്കെയായ വാമദേവൻ രാമസീതാ തത്വത്തെ പറയുന്ന ഭാഗമാണ്. രാമനെ ചിന്തിച്ചു ദുഃഖിയായി കാരുമേ കോമളഗാത്രിയാം ജാനകി മൂലവും തത്വമായുള്ളത് ചൊല്ലുന്നതുണ്ട് ഞാൻ ചിത്തം തെളിഞ്ഞു കേട്ടിടുവിനേവരും. പരമേശ്വരൻ പാർവതീദേവിയോട് പറഞ്ഞപ്പോഴും പറഞ്ഞ ഒരു വാക്കാണ് തെളിഞ്ഞു കേൾക്കൂ എന്ന്. എന്തുകൊണ്ടാണ്? തെളിഞ്ഞ ബുദ്ധിയോടുകൂടി ഇത് കേട്ടില്ലെങ്കിൽ വേദാന്ത വിദ്യ പ്രയോജനപ്പെടുകയില്ല. അതുകൊണ്ട് തത്വം പറയുന്നിടത്തൊക്കെ തെളിഞ്ഞ ബുദ്ധിയോടുകൂടി കേൾക്കാൻ കഴിയണം. എന്താ പറഞ്ഞത്? രാമനാകുന്നത് സാക്ഷാൽ മഹാവിഷ്ണു താമരാസാക്ഷനാം ആദിനാരായണൻ. ലക്ഷ്മണനായതനന്ദൻ. ആരാ ലക്ഷ്മണനായിട്ട് വന്നിരിക്കുന്നത്? അനന്തനാണ്. ലക്ഷ്മണനായതനന്ദൻ ജനകജാലക്ഷ്മി ഭഗവതി ലോകമായാപര. ഇത്തവണ അനന്തൻ ആണ് ലക്ഷ്മണനായിട്ട് വന്നത്. അടുത്ത ജന്മത്തിലോ അനിയനായിട്ട് ഒരുപാട് സേവനം ചെയ്തതുകൊണ്ട് കൃഷ്ണാവതാരത്തിൽ അതേ പേരിൽ ചേട്ടന്റെ സ്ഥാനം കൊടുത്തു. ഇരിക്കട്ടെ, പകരത്തിന് പകരം വേണമല്ലോ. അതുകൊണ്ട് അടുത്ത ജന്മത്തില് പേരത് തന്നെ ഇരുന്നോട്ടെ, ഒരു ബലത്തിന്
പേരിലൊരു ചെറിയ മാറ്റം വരുത്തിയെന്ന് മാത്രം. അപ്പൊ അതാരാണെന്ന് സൂചിപ്പിച്ചു. ഭഗവാൻ ആരാണ്, ദേവി ആരാണ്, ലക്ഷ്മണൻ ആരാണ് എന്ന് സൂചിപ്പിച്ചു. അപ്പൊ ഇത് പറഞ്ഞപ്പോ ഭരതശത്രുഘ്നന്മാരാരാണ്? ശംഖചക്രങ്ങളാണ്. അവതാര രംഗത്ത് പറഞ്ഞു കഴിഞ്ഞതാണ് എന്നർത്ഥം. ലക്ഷ്മി ഭഗവതി ലോകമായ പരാമായ ഗുണങ്ങളെ താൻ അവലംബിച്ചു കായഭേദം ധരിക്കുന്നിതാത്മാപരൻ. മായാഗുണങ്ങളെ താൻ അവലംബിച്ച് എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? ആത്മയോനി സ്വയം ജാതൻ. കർമ്മം നമ്മളെപ്പോലെ കർമ്മ വാസനകളാൽ പ്രേരിതമായിട്ടല്ല ഭഗവാൻ അവതാരം സ്വീകരിക്കുന്നത്, പിന്നെ തന്നെത്താൻ അവലംബിച്ചിട്ടാണ്. മായാഗുണങ്ങളെ അവലംബിക്കണം. എന്തുകൊണ്ട്? സൃഷ്ടി വേണമെങ്കിൽ മായ വേണം, ത്രിഗുണങ്ങൾ വേണം. അതുകൊണ്ട് കായഭേദം ധരിക്കുന്നിതാത്മാവ് പരൻ. പരനായ ആത്മാവായ ഭഗവാൻ, പരമാത്മസ്വരൂപനായ ഭഗവാൻ പല ശരീരങ്ങളെ സ്വീകരിക്കുന്നു. ദശമസ്കന്ധത്തിലെ 40-ാം അധ്യായത്തിൽ അക്രൂരന്റെ സ്തുതിയിൽ ഓരോ ശരീരമായിട്ട് സ്വീകരിക്കുന്നതിന്റെ വർണ്ണന കാണാം. മത്സ്യമായിട്ടും കൂർമ്മമായിട്ടും വരാഹമായിട്ടും കുറിയ മനുഷ്യനായിട്ടും പിന്നെ വലിയ മനുഷ്യനായിട്ടും ഒക്കെ ഭഗവാൻ അവതാരം സ്വീകരിക്കുന്നു. അപ്പൊ കായഭേദം എന്നിവിടെ സൂചിപ്പിച്ചത് പല തരത്തിലുള്ള ശരീരങ്ങളെ സ്വീകരിക്കുന്നു. തിര്യ യോനികളിൽ പോലും ഭഗവാൻ അവതാരം എടുത്തിരിക്കുന്നു. അതാണ് ആദ്യത്തെ അവതാരം, വരാഹ അവതാരം സൂചിപ്പിക്കുന്നത് എന്നർത്ഥം. രാജസമായ ഗുണത്തോടുകൂടവേ രാജീവ സംഭവനായി പ്രപഞ്ചദ്വയം വ്യക്തമായി സൃഷ്ടിച്ച് സത്വം പ്രധാനനായി ഭക്തിപരായണൻ വിഷ്ണുരൂപം പൂണ്ട് നിത്യവും രക്ഷിച്ചുകൊള്ളുന്നതീശ്വരൻ ആദ്യനജൻ പരമാത്മാവ് സാദരം. ബ്രഹ്മാവിഷ്ണു സ്വരൂപങ്ങളെയാണ് സൂചിപ്പിച്ചത്. രാജസമായ ഗുണത്തോടുകൂടവേ, ത്രിമൂർത്തികൾ ഈ 3 ഗുണങ്ങളെ ആശ്രയിച്ചാണ്. രജോ ഗുണത്തെ ആശ്രയിച്ച് ബ്രഹ്മാവ്, സത്വഗുണത്തെ ആശ്രയിച്ച് മഹാവിഷ്ണു, തമോ ഗുണത്തെ ആശ്രയിച്ച് മഹാദേവൻ. അതാ 3 ഇവിടെ സൂചിപ്പിക്കുന്നത്. രുദ്രവേഷത്താൽ തമോ ഗുണയുക്തനായി അദ്രിജാവല്ലഭൻ സംഹരിക്കുന്നതും. സംഹാരം ആരുടെ വകുപ്പിലാണ്? ശ്രീ പരമേശ്വരന്റെ വകുപ്പിലാണ്. ഇതിന് കാരണം ഈ 3 ഗുണങ്ങളാണ്. കാരണം സൃഷ്ടിക്ക് എപ്പോഴും ഇച്ഛ വേണം. ഇച്ഛ മുഴുവൻ രജോ ഗുണത്തിൽ നിന്നാണ് ഉണ്ടാകുക. എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് വിചാരിക്കുന്നവർക്ക് മാത്രമേ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ സത്വഗുണപ്രധാനികൾക്കല്ല കർമ്മം, പിന്നെ രജോ ഗുണികൾക്കാണ്. അതുകൊണ്ട് രജോ ഗുണപ്രധാനിയായ അതുകൊണ്ടാണ് ബ്രഹ്മാവിനെ അധികം പൂജിക്കാത്തതും. ബ്രഹ്മാവിന് അധികം പൂജയെങ്കിലുമില്ല, വളരെ ചുരുക്കം സ്ഥലങ്ങളിൽ മാത്രമേ പൂജയുള്ളൂ. എന്തുകൊണ്ട്? രജോ ഗുണം നമുക്ക് അല്ലെങ്കിൽ തന്നെ നന്നായിട്ടുണ്ട്. ഇനി പൂജിച്ച് കുറച്ച് രജോ ഗുണം കൂടെ വരുത്തി കൂടുതൽ പ്രശ്നം ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് രക്ഷയ്ക്ക് സത്വഗുണം കൂടിയേ മതിയാവൂ. അതുകൊണ്ടാണ് സത്വഗുണ പ്രതീകമായിട്ട് വിഷ്ണു സർവവ്യാപിയായ രക്ഷകൻ എന്ന് സൂചിപ്പിക്കുന്നത്. സംഹാരത്തിന് തമോ ഗുണം വേണം. അടിച്ചില്ലാതാക്കണമെങ്കിൽ ഇത്തിരി തമോ ഗുണം നന്നായിട്ട് വേണം. പക്ഷെ തമോ ഗുണപ്രധാനിയായ ശിവനെ ആരാധിക്കുന്നത് എന്തുകൊണ്ടാണ്? അതിതുവരെ ചിന്തിച്ചിട്ടില്ല അല്ലേ? ഭഗവാന്റെ തമോ ഗുണം, ഭഗവാന്റെ സംഹാരം, ഒരു ഇംഗ്ലീഷ് വാക്ക് പറഞ്ഞോട്ടെ, ക്രിയേറ്റീവ് ഡിസ്ട്രക്ടിബിലിറ്റിയാണത്. പറഞ്ഞ എന്താണ്? ലോക നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഭഗവാന്റെ സംഹാരം. അതുകൊണ്ടാണ് സംഹാര സ്വരൂപിയായ ഭഗവാനെ ആരാധിക്കുന്നത്. അതുപോലെ തന്നെ സത്വഗുണത്തോടു കൂടിയ തമോ ഗുണമാണ് മഹാദേവന്റേത്. ഇടയ്ക്കിങ്ങനെ സൂചിപ്പിക്കുന്നു മാത്രം. എന്നിട്ട് പിന്നെ അങ്ങോട്ട് നേരത്തെയുള്ള അവതാരങ്ങളെയൊക്കെ സൂചിപ്പിച്ചു. വൈവസ്വതന്മനോഭക്തി പ്രസന്നനായി ദേവൻ മകരാവതാരമനുഷ്ഠിച്ച് വേദങ്ങളെല്ലാം ഹയഗ്രീവനെ കൊന്നു വേധാവിനാക്കി കൊടുത്തത് ഈ രാഘവൻ. ഈ രാഘവൻ തന്നെയാണ് പണ്ട് മത്സ്യാവതാരം സ്വീകരിച്ച് സത്യവ്രത മഹാരാജാവിന് പ്രളയ രഹസ്യമൊക്കെ കാണിച്ചു കൊടുത്തതും അക്കൂട്ടത്തിൽ ഹയഗ്രീവനെ വധിച്ചതും. പാഥോനിധി മഥനെ പണ്ട് മന്ദരം പാതാളലോകം പ്രവേശിച്ചത് നേരം നിഷ്ഠൂരമായൊരു കൂർമാകൃതി പൂണ്ട് പൃഷ്ഠേ ഗിരീന്ദ്രൻ ധരിച്ചത് ഈ രാഘവൻ. ആരാണ് കൂർമാവതാരം സ്വീകരിച്ചത്? അത് ഇതേ രാഘവൻ തന്നെയാണ്. ദുഷ്ടനായ ഒരു ഹിരണ്യാക്ഷനെ കൊന്നു ഹൃഷ്ടിയായി തേറ്റമേൽ ക്ഷോണിയെ പൊങ്ങിച്ച് കാരണവാരിധി തന്നിൽ കളിച്ചതും കാരണപുരുഷനാകും ഈ രാഘവൻ. വരാഹാവതാരം
സ്വീകരിച്ച് ഹിരണ്യാക്ഷനെ കൊന്നത്, ഭൂമിയെ ഉയർത്തിയത് രാഘവൻ തന്നെയാണ്. നിർഹ്ലാദമോടു നരസിംഹരൂപമായ പ്രഹ്ലാദനെ പരിപാലിച്ചു കൊള്ളുവാൻ ക്രൂരങ്ങളായ നഗരങ്ങളെ കൊണ്ട് ഘോരനായ ഒരു ഹിരണ്യകശിപുതൻ വക്ഷപ്രദേശം പ്രപാടനം ചെയ്തതും രക്ഷാചതുരനാൻ ലക്ഷ്മീവരനിവൻ. ഹിരണ്യകശിപുവിനെ, പ്രഹ്ലാദനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഹിരണ്യകശിപുവായിട്ട് അവതരിച്ചതും ഈ ഭഗവാൻ തന്നെയാണ്. പുത്രലാഭാർത്ഥം അതിഥിയും ഭക്തി പൂണ്ടർത്ഥിച്ച് സാദരമർച്ചിക്ക കാരണം എത്രയും കാരുണ്യമോടവൾ തന്നുടെ പുത്രനായി ഇന്ദ്രാനുജനായി പിറന്ന അതിഭക്തനായ ഒരു മഹാബലിയോട് ചെന്നർത്ഥിച്ച് 3 അടിയാക്കി ജഗത്രയം സത്വരം വാങ്ങി മരുത്വാനു നൽകിയ ഭക്തപ്രിയനാം ത്രിവിക്രമനും ഇവൻ. ഏതാ ത്രിവിക്രമാവതാരം? വാമനാവതാരം. ധാത്രീ സുരദ്വേഷികളായി ജനിച്ച ഒരു ധാത്രീപതി കുലനാശം വരുത്തുവാൻ ധാത്രിയിൽ ഭാർഗവനായി പിറന്നതും ധാത്രീവരനായ രാഘവനാം ഇവൻ. ഭാർഗവരാമനായിട്ട് പരശുരാമനായിട്ട് അവതാരം എടുത്തതും ധാത്രിയിൽ ഇപ്പോൾ ദശരഥപുത്രനായി ധാത്രീസുതാവരനായി പിറന്നേടിനാൻ രാത്രിഞ്ചരകുലമൊക്കെ നശിപ്പിച്ചു ധാത്രിഭാരം തീർത്ത് ധർമ്മത്തെ രക്ഷിപ്പാൻ. ഇതിനു വേണ്ടിയിട്ടാണ് അവതാരം. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. 4-ാമത്തെ അധ്യായത്തിൽ അർജുനന്റെ ചോദ്യത്തിന് മറുപടിയായിട്ട് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നു അവതാര രഹസ്യം. അതാണ് ഇവിടെ സൂചിപ്പിച്ചത്. ധാത്രീഭാരം തീർത്ത് ധർമ്മത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഭഗവാന്റെ വിശേഷണങ്ങൾ പറയാണ്. ആദ്യൻ, അജൻ, പരമാത്മാ, പരാപരൻ, വേദ്യനല്ലാതെ വേദാന്ത വേദ്യൻ പരൻ. പലതവണ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാണ്. വേദ്യനല്ലാതെ വേദാന്ത വേദ്യൻ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? സാധാരണ അറിയപ്പെടാനുള്ള മാർഗങ്ങളെ കൊണ്ടൊന്നും ഭഗവത് തത്വത്തെ അറിയാൻ സാധിക്കുന്നില്ല എക്സെപ്റ്റ് വേദാന്ത വിദ്യ. വേദാന്തത്തിന്റെ വാക്കുകളെ കൊണ്ടാണ്. നേരത്തെ എത്രയോ തവണ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. തത്വമസ്യാദി മഹാവാക്യാർത്ഥം കൊണ്ട് മമ തത്വത്തെ അറിഞ്ഞിടാം ആചാര്യകാരുണ്യത്താൽ. ഭഗവാൻ ഗുരുനാഥന്റെ അനുഗ്രഹം കൊണ്ട് തത്വമസ്യാദി മഹാവാക്യങ്ങളുടെ അർത്ഥവിചാരം ചെയ്യുമ്പോൾ മമ തത്വത്തെ അറിഞ്ഞിടാം, മമ രൂപത്തെ അറിഞ്ഞിടാം എന്നല്ല പറഞ്ഞത്. വൃത്തത്തിന് യാതൊരു ഭംഗവും കൂടാതെ അങ്ങനെ പറയാമായിരുന്നു. മമ രൂപത്തെ അറിഞ്ഞിടാം. അങ്ങനെയാണ് ആചാര്യകാരുണ്യം ആവശ്യമില്ല എന്ന് പറഞ്ഞതിന്. പിന്നെന്ത് വേണം? ഭഗവത് തത്വമാണ് അറിയേണ്ടത്. രൂപത്തെയും നാമത്തെയും ഒക്കെ ആശ്രയിക്കുന്നത് എവിടെ എത്താനാണ്? തത്വത്തിലെത്താനാണ്. അതുകൊണ്ട് തത്വത്തെ അറിഞ്ഞിടാം. അതിനെന്ത് വേണം? ഡിക്ഷണറിയുടെ സഹായം പോരാ, പിന്നെ ഗുരുനാഥന്റെ അനുഗ്രഹം വേണം. ആചാര്യകാരുണ്യത്താൽ. അതാണ് ഇവിടെ സൂചിപ്പിച്ചത്. നാരായണൻ പുരുഷോത്തമനവ്യയൻ കാരണമാനുഷൻ രാമൻ മനോഹരൻ രാവണ നിഗ്രഹാർത്ഥം വിപിനത്തിന് ദേവഹിതാർത്ഥം ഗമിക്കുന്നതിന് കാരണം മന്ധരയല്ല, കൈകേയിയല്ല, ഇവരാരുമല്ല. പിന്നെ ഇവരൊക്കെ എന്തായി? നിമിത്തമാത്രം ഭവ സവ്യസാചിൻ. ഭഗവാൻ അർജുനനോട് പറഞ്ഞു, ഇവരെയൊക്കെ നീ കൊല്ലുന്നു എന്നൊന്നും വിചാരിക്കണ്ട, ഇവരെയൊക്കെ ഞാൻ കൊന്നു കഴിഞ്ഞിരിക്കുന്നു. യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഭഗവാൻ പറയുകയാണ് അർജുനനോട്, മയാഹതസ്ഥം, ഇവരെല്ലാം എന്നാൽ കൊല്ലപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഞാൻ കൊല്ലുന്നു എന്നല്ല പറഞ്ഞു, പിന്നെ എന്നാൽ കൊല്ലപ്പെട്ടു. പാസീവ് വോയിസിലാണ് പറഞ്ഞത്. എന്നാൽ കൊല്ലപ്പെട്ടു. നിമിത്തമാത്രം ഭവ, ഹേ സവ്യസാചിൻ, നീ വെറും ഒരു നിമിത്തം മാത്രം ആയാ മതി. അതാണിവിടെ സൂചിപ്പിച്ചത്. അതുകൊണ്ട് ഇവരൊക്കെ ഒരു നിമിത്തമായി എന്ന് വിചാരിച്ച് ഇവരോട് ആരോടും ഒരു പക വെച്ച് പുലർത്തണ്ട. ആ മന്ധരയോടോ കൈകേയിയോടോ. ഇതൊക്കെ ഒരു നിമിത്തം. ഭഗവാന്റെ സങ്കല്പം നടക്കാൻ നമ്മളൊക്കെ ഓരോ നിമിത്തങ്ങൾ ആകുന്നു. ഈ നിമിത്തങ്ങളാണ് എന്നറിയുമ്പോൾ ഞാൻ ചെയ്യുന്നു എന്നുള്ള ഭാവം ഉണ്ടാവില്ല. അഹങ്കാര വിമൂഢാത്മാ കർത്താഹം ഇതി മന്യതേ. അഹങ്കാരം കൊണ്ട് വിമൂഢന്മാരായവരാണ് അഹം കർത്താ, ഞാനാണ് കർത്താവ് എന്ന്. കർത്താവ് എന്ന് പേരുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അഹം കർത്താ ഇതി മന്യതേ, ഞാൻ കർത്താവാണ് എന്ന് വിചാരിക്കുന്ന ആരാണ്? അഹങ്കാരം കൊണ്ട് വിമൂഢന്മാരായവർ.
ഇതൊക്കെ ഭഗവാന്റെ സങ്കല്പമാണ് നടക്കുന്നത്. അതിന് നമ്മളൊക്കെ ഒരു നിമിത്തം. ഞാൻ ചെയ്യുന്നു എന്നുള്ള അഭിമാനമൊന്നും അതിൽ ആവശ്യമില്ല. രാമനെ ചിന്തിച്ച് ദുഃഖിയായി ആരുമേ രാമ രാമേതി ജപിപ്പിനെല്ലാവരും. രാമമന്ത്രത്തിന്റെ മാഹാത്മ്യത്തെ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് രാമന് ഇങ്ങനെ പറ്റിയല്ല, കഷ്ടമായി പോയി, അങ്ങോരിനി എന്ത് ചെയ്യുമോ എന്തോന്ന് ആരും വിചാരിച്ച് ദുഃഖിച്ച് സമയം പാഴാക്കണ്ട. പിന്നെന്ത് വേണം? രാമരാമേതി ജപിപ്പിനെല്ലാവരും. എന്തിനാണ് രാമനാമം ജപിക്കുന്നത്? എന്റെ ഫലവും കൂടെ സൂചിപ്പിക്കുന്നു. നിത്യവും രാമരാമേതി ജപിക്കുന്ന മർത്യന് മൃത്യുഭയാദികളൊന്നുമേ സിദ്ധിക്കയില്ല. അത് മാത്രമേ ഉള്ളൂ? അല്ല, പിന്നെ കൈവല്യവും സിദ്ധിക്കും ഏവനുമെന്നത് നിർണയം. മൃത്യുഭയാദികളൊക്കെ തീരുന്നു മാത്രമല്ല, പിന്നെ ഏവനും. ഏവനും എന്ന് പറഞ്ഞാൽ അവിടെ ജാതിയുടെയോ മതത്തിന്റെയോ കാലത്തിന്റെയോ ദേശത്തിൽ യാതൊരു തരത്തിലുള്ള സ്റ്റാൻഡേർഡും ക്രൈറ്റീരിയനും മാനദണ്ഡം ഇന്നലെ പറഞ്ഞ വാക്ക് കണക്കാക്കിയിട്ടില്ല. പിന്നെ പറഞ്ഞില്ല, ഗീതയിലുടനീളം ഭഗവാൻ ഉപയോഗിക്കുന്ന ഫ്രേസ് യഹ എന്ന യൂണിവേഴ്സൽ പ്രോനൗണാണ്. ഒരു തരത്തിലും ആർക്കും ഇത് റിസർവ് ചെയ്തിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്താൻ, ഒരുത്തർക്കും ഇത് കാലത്തിന്റെയോ ദേശത്തിന്റെയോ ലിംഗത്തിന്റെയോ പേരിൽ നിഷേധിച്ചിട്ടില്ല എന്ന് എല്ലാവരെയും എക്കാലത്തും ബോധ്യപ്പെടുത്താൻ ഭഗവാൻ ഉപയോഗിക്കുന്ന ഫ്രേസാണ് യഹ, യാതൊരുവൻ. അത് തന്നെയാണ് ഇവിടെ സൂചന എന്ന് പറയാനാണ് സൂചിപ്പിച്ചത്. സിദ്ധിക്കും ഏവനുമെന്നത് നിർണയം. രാമനാമം താരകമന്ത്രമാണ്. എന്താണ് താരകമന്ത്രം? താരകം എന്ന് പറഞ്ഞാൽ കടത്തിവിടുന്നത് എന്നർത്ഥം. സംസാരത്തെ കടത്തിവിടുന്ന മന്ത്രമാണ് രാമരാമ മന്ത്രം. ആരാണ് അതിന് സാക്ഷി? രത്നാകരൻ എങ്ങനെയാണ് വാൽമീകിയായത്? രാമനാമത്തിന്റെ മഹിമ. അപ്പോൾ കൈവല്യപ്രാപ്തിക്ക് സഹായിക്കുന്നതാണ് രാമനാമ മന്ത്രം. കൈവല്യം എന്താണ്? ഇന്നലെ പറഞ്ഞതാണ്. കേവലഭാവം കൈവല്യം. ഞാൻ അതാണ്, അത് മാത്രമാണ് എന്നുറപ്പിക്കുന്നതിനെയാണ് കേവലഭാവം. ഞാൻ അച്ഛനാണ്, അച്ഛൻ മാത്രമാണെന്ന് പറയാൻ സാധ്യമല്ല. ഞാൻ ഭർത്താവാണ്, ഭർത്താവ് മാത്രമാണെന്ന് പറയാൻ സാധ്യമല്ല. പിന്നെ ഞാൻ ആത്മാവാണ്, ആത്മാവ് മാത്രമാണ് എന്ന് പറഞ്ഞാൽ അതാണ് പൂർണ്ണമായിട്ട് ശരി. മറ്റുള്ള ഒരു ആട്രിബ്യൂട്ട്സും അതിൽ പൂർണ്ണമല്ല എന്ന്. പൂർണ്ണമാകുന്ന ഒരേ ഒരു വാചകമേ ഉള്ളൂ. എന്ത്? കേവലഭാവം. ആ ഭാവത്തിൽ എത്തുന്നതിനെയാണ് കൈവല്യം. അല്ലാതുള്ളതൊക്കെ വൈകല്യം. പറയാനുള്ള രസത്തിന് പറയുന്നതല്ല. പിന്നെ വികലമായ കാഴ്ചപ്പാട് വെച്ച് പുലർത്തുന്നു. എന്ത് വികലമായ കാഴ്ചപ്പാട്? എവിടോ ഇരിക്കുന്ന ഒരു ഭഗവാൻ വന്ന് എന്നെ രക്ഷിക്കും. ഇതിനെ വികലമായ കാഴ്ചപ്പാടായിട്ടാണ് ശാസ്ത്രം സൂചിപ്പിക്കുന്നത്. ഗീതയൊക്കെ പഠിക്കുമ്പോൾ നമ്മളത് വിശദമായിട്ട് കാണും. അതുകൊണ്ട് എന്ത് വേണം? ദുഃഖസൗഖ്യാദി വികല്പങ്ങളില്ലാതെ നിഷ്കളൻ നിർഗുണൻ ആത്മാരഘൂത്തമൻ ന്യൂനാതിരേകവിഹീനൻ നിരഞ്ജനൻ ആനന്ദപൂർണൻ അനന്തൻ അനാകുലൻ. അങ്ങനെയുള്ള ഭഗവത് സ്വരൂപത്തിന് എങ്ങനെ ദുഃഖാദി സംഭവിച്ചിടുന്നു? അല്ലേ? പൂർണ്ണമായ ആ ഭഗവത് സ്വരൂപത്തിന് എങ്ങനെയാണ് ദുഃഖമൊക്കെ സംഭവിക്കുക? ഭക്തജനാനാം ഭജനാർത്ഥമായി വന്നു ഭക്തപ്രിയൻ പിറന്നീടിനാൻ ഭൂതലേ. എന്തിനാണ് അവതാരം? കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതാണ്. അനുഗ്രഹായ ലോകാനാം. അവതാരം എന്തിനു വേണ്ടിയിട്ടാണ്? ലോകത്തെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തിന്? ചിലർക്ക് അനുഗ്രഹായ ഭക്താനാം എന്നൊരു കോണ്ടക്സ്റ്റിൽ പറയുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഭഗവാന്റെ കഥകളെക്കുറിച്ച് കേട്ട് ചിന്തിച്ച് മനസ്സിനെ എങ്ങനെ അതിൽ ലയിപ്പിക്കാൻ കഴിയും. ഇങ്ങനെ കഥകളൊക്കെ പറഞ്ഞു കൊടുത്തു. രാമസീതാ രഹസ്യമൊക്കെ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പിന്നെ ഒരു വനയാത്ര ആരംഭിക്കുന്ന ഭാഗമാണ് പിന്നീട് സൂചിപ്പിക്കുന്നത്. ആ ഭാഗമൊക്കെ നമ്മൾ കുറേശ്ശെയായിട്ട് കഥാഭാഗമായതുകൊണ്ട് അതിവിടെയൊക്കെ പറയാൻ സമയം അനുവദിക്കുമെങ്കിൽ ഇങ്ങനെ കുറേ വായിച്ച് അവിടുത്തെ ആ സാഹിത്യഭംഗിയും കഥാഗോളം ഒക്കെ ആസ്വദിക്കാൻ അനുവദിക്കുമായിരുന്നു. ഇനി ചിലപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ദിവസം കൂടുതൽ വേണ്ടി വരും. അതുകൊണ്ട് ഇവിടെ വസിഷ്ഠ മഹാമുനിക്ക് പോലും ദേഷ്യം വരുന്ന ഒരു രംഗം സൂചിപ്പിക്കുന്നുണ്ട് എന്നർത്ഥം. എപ്പോഴാണ്? വൽക്കലവും പിടിച്ചുകൊണ്ട് സീതാദേവി ഇതെങ്ങനെ ഉടുക്കണം എന്നറിയാതെ, അല്ലേ?
ആദ്യമായിട്ട് സാരി ഉടുക്കുന്ന കുട്ടികൾ അല്ലേ, ഇത് എപ്പോഴും ചുരിദാറായിടുന്നു. അപ്പൊ ഇന്ന് സാരി ഉടുക്കണം. അതിനെന്ത് ചെയ്യും? ഇങ്ങനെ പിടിച്ചോണ്ട് നിൽക്കും. ആരെങ്കിലും ചെന്ന് ഉടുപ്പിച്ചു കൊടുക്കണം. അതുപോലെയാണ് സീതാദേവി വൽക്കലവും പിടിച്ച് ഇങ്ങനെ നിൽക്കുക. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ശ്രീരാമനും ലക്ഷ്മണനും ഒക്കെ ഈസി ആയിട്ട്, ആണുങ്ങൾക്ക് എളുപ്പമാണല്ലോ ഡ്രസ്സ് മാറ്റാൻ. പെട്ടെന്ന് വൽക്കലമൊക്കെ കൊടുത്ത് അവർ റെഡിയായി ഫോളിൻ. സീതാദേവി ഇങ്ങനെ നിൽക്കുന്നു. ഇത് കണ്ടപ്പോഴേ വസിഷ്ഠന് പോലും ദേഷ്യം വന്നെന്നാണ് പറയുന്നത്. വന്ന ദുഃഖത്താൽ കരയുന്നത് കേട്ട് നിന്നരുളിയിടും വസിഷ്ഠ മഹാമുനി കോപേന ഭത്സിച്ച് കൈകേയി തന്നോട് താപേന ചൊല്ലിനാൻ. കൈകേയോട് ദേഷ്യപ്പെട്ട് ചോദിക്കുകയാണ്. ദുഷ്ടേ നിശാചരി ദുർവൃത്രമാനസേ കഷ്ടമോർത്തോളം കഠോരശീലേഖലേ രാമൻ വനത്തിന് പോകണമെന്നല്ലോ താമസശീലേ വരത്തെ വരിച്ചു നീ ജാനകീദേവിക്ക് വൽക്കലം നൽകുവാൻ മാനസേതോ നീയതെന്തൊരു കാരണം. നിന്റെ ദുഷ്ടഹൃദയം കൊണ്ട് നീ വരിച്ച 2 വരത്തില് സീതാദേവിയെ കൊണ്ട് പോകണമെന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ നിനക്ക് വൽക്കലം സീതാദേവിക്ക് കൊടുക്കാൻ എന്ത് മോറൽ റൈറ്റ്, എന്ത് ലീഗൽ റൈറ്റ്? ശരിയായ ചോദ്യമല്ലേ വസിഷ്ഠന്റെ വയിൽ നിന്നുണ്ടായത് എന്ന്. ഭക്തിയാ പതിവ്രതയാകിയ ജാനകി ഭർത്താവിനോടുകൂടെ പ്രയാണം ചെയ്യുകിൽ സർവാഭരണ വിഭൂഷിതഗാത്രിയായി ദിവ്യാംബരം പൂണ്ടനുഗമിച്ചിടുക. സീതാദേവിക്ക് അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ എങ്ങനെ പോകണം? വൽക്കലം ഒന്നും എടുത്തു പോകണ്ട, താപസവേഷം ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. പോണെങ്കിൽ എന്ത് വേണം? സർവാഭരണ വിഭൂഷിതയായിട്ട് ദേവി പൊയ്ക്കൊള്ളട്ടെ എന്നൊക്കെയാണ് സൂചിപ്പിച്ചു. അപ്പോൾ വസിഷ്ഠന്റെ ഇതൊക്കെ കേട്ടിട്ട് ദശരഥൻ സുമന്ത്രരോട് പറഞ്ഞു, ഇവരെയൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ രാജയോഗ്യമായ രഥമൊക്കെ കൊണ്ടുവരിക എന്ന് പറഞ്ഞു. രഥം കൊണ്ടുവന്നു. രഥത്തിൽ കയറി നിൽക്കുന്നൊക്കെ ദശരഥൻ പറഞ്ഞു നോക്കി. പിന്നെ നിൽക്കാതെ പെട്ടെന്ന് അവര് രഥമൊക്കെ അങ്ങ് വിട്ടുപോയി. കുറച്ചു നേരം ഇങ്ങനെ ദുഃഖിച്ച് രഥത്തിലേക്ക് നോക്കി. രഥത്തിൽ നിന്ന് പൊടിയും കൂടി മറഞ്ഞു കഴിഞ്ഞപ്പോൾ ദശരഥൻ ദുഃഖിച്ച് വീണിട്ട് പറയുകയാണ്, എന്നെ എടുത്ത് കൗസല്യാഗ്രഹത്തിലേക്ക് കൊണ്ടുപോകൂ. ഇതുവരെ എവിടെ കൊണ്ടുപോകാനാ പറഞ്ഞുകൊണ്ടിരുന്നത്? കൈകേയി. മതിയായി. നോക്കൂ, ഇതുവല്ലേ ഓമനെ, പ്രിയേ, പല പേരുകളൊക്കെ വിളിച്ച് ഒക്കെ ഇരുന്ന ആൾ വിരക്തിയായി. എന്തുകൊണ്ട്? മനസ്സിലായി ഇത്രയും നാളും സേവിച്ചതിന്റെ രഹസ്യം. ഇനി അതുകൊണ്ട് എനിക്ക് ഇതുവരെ ഞാൻ അവഗണിച്ച് വെച്ചിരുന്ന കൗസല്യയുടെ അടുത്തേക്ക് കൊണ്ട്. ഇതൊന്നും ദശരഥൻ പറഞ്ഞില്ല, നമ്മുടെ ദുർബുദ്ധി കൊണ്ട് തോന്നുന്ന വാക്കുകളാണ് പറഞ്ഞത്. എന്നെ എടുത്തിനി കൊണ്ടുപോയി ശ്രീരാമൻ തന്നുടെ മാതൃഗേഹത്തിങ്കലാക്കുവിൻ എന്നേ പറഞ്ഞുള്ളൂ കേട്ടോ. അന്നും ഈ ഭാര്യമാരുടെ പേര് പറയാൻ ചിലർക്ക് മടിയുണ്ട്. ഇപ്പോഴും ഉണ്ട്, ചിലർ പറയില്ല ഭാര്യയുടെ പേര് അല്ലേ. ഭർത്താവിന്റെ പേര് തീരെ പറയില്ല അല്ലേ. ഇപ്പൊ ഇവിടെ പറഞ്ഞെന്താണ്? കൗസല്യയുടെ വീട്ടിൽ കൊണ്ടുപോകാൻ പറഞ്ഞില്ല, പിന്നെ രാമന്റെ മാതൃഗൃഹത്തിലേക്ക് കൊണ്ടുപോകുമെന്നാണ് പറഞ്ഞത്. പിന്നെ രാമനെ വേറിട്ട് ജീവിച്ച് ഞാനിനി ഭൂമിയിൽ വാഴുന്നതില്ലെന്ന് നിർണയം. രാമനെ പിരിഞ്ഞ് എനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ സൂക്ഷ്മമായ അർത്ഥം എന്താണ്? സമസ്ത ചരാചരങ്ങളിലും ആത്മസ്വരൂപേണ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ചൈതന്യം എൻ്റെ ഉള്ളിലില്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെ മനസ്സിലാക്കിക്കൂടെ? ഏതായാലും അവിടെ പോയി. പിന്നീട് ക്യാമറ നേരെ കാട്ടിലേക്ക് തിരിഞ്ഞു. ഇവർ പോയ വഴിക്ക് അല്ലേ, സീരിയലിൽ ഇങ്ങനെ മാറി മാറി ഓരോ സീൻ കാണിക്കുകയല്ലേ, അതുപോലെയാണ് ക്യാമറ ഇനി അങ്ങോട്ട് തിരിഞ്ഞിട്ട് അവിടെ ശിംശവാമൂലേ സുഖേന വാണീടിനാർ. ഗുഹന്റെ അടുത്ത് ചെന്ന് ശൃംഗിവേലപുരത്തില് ദാശരഥിയും വിദേഹതനൂജയും ശിംശവാമൂലേ, ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു മരമാണ്. ഇരുൾ മരം എന്നൊക്കെയാണ് അതിന് പറയാറുള്ളത്. ഏതായാലും ആ മരത്തിന്റെ അവിടെ പോയി ഇത് കിടന്നു. അപ്പോൾ വേണ്ട ഫല മധു പുഷ്പാദികളെല്ലാം കൊണ്ടുവന്ന് ഗുഹൻ സൽക്കരിച്ചു. എന്നിട്ട് പറഞ്ഞു, ധന്യനായേനടിയൻ അല്ലേ, നിഷാദവംശം മുഴുവൻ പാവനമായി കഴിഞ്ഞു. ഇവിടെ വന്ന് ഞങ്ങളുടെ ഈ ആതിഥ്യം ഭഗവാൻ സ്വീകരിച്ചതോട് കൂടിയിട്ട്. അതുകൊണ്ട് ഇനി വേണം, ഇനിയും യാതൊരു കുഴപ്പവും വേണ്ട, കാട്ടിൽ പോയി വസിക്കണമെന്നല്ലേ പറഞ്ഞുള്ളൂ. ഇവിടെ കാട്ടിലാണല്ലോ, ഇവിടെ അങ്ങോട്ട് വസിച്ചോളൂ, നിങ്ങളുടെ കാര്യമൊക്കെ ഞങ്ങൾ. അപ്പൊ വാക്ക് പാലിക്കലുമായി വേറെ ദോഷങ്ങളും ഒന്നുമില്ല. ഞങ്ങൾ ഭഗവാന്റെ കാര്യമൊക്കെ നോക്കി ഭഗവാനെ സേവിച്ചുകൊണ്ട് ഇവിടെ കഴിഞ്ഞുകൊള്ളാം എന്ന് പറഞ്ഞു. അപ്പോൾ രാഘവൻ മറുപടി പറഞ്ഞു, എന്ത് ഇതൊക്കെ കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു. അച്ഛന് പറഞ്ഞിരിക്കുന്നതനുസരിച്ച് കാട്ടിലൊക്കെ പോകണം,
അതുകൊണ്ട് സ്ഥിരമായ താമസമൊന്നും ഉദ്ദേശിക്കില്ല. ഇന്ന് രാത്രി ഞങ്ങൾ ഇവിടെ ഉറങ്ങാം, അതിനുള്ള സൗകര്യമൊക്കെ അങ്ങോട്ട് ചെയ്തു തരൂ പ്ലീസ്. ഇപ്പോൾ ഗുഹൻ വേണ്ട പോലെയൊക്കെ അവിടെ ഒരു മരത്തിൻ്റെ അവിടെ വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. അവർ രണ്ടുപേരും അവിടെ കിടന്നു. അത്താഴത്തിന് എന്താ ചപ്പാത്തിയാണോ സ്റ്റൂ ആണോ എന്നൊന്നും ചോദിച്ചില്ല. പിന്നെ പാനീയ മാത്രമശിച്ച് വെറും വെള്ളം മാത്രം കുടിച്ചു. വെറും വെള്ളം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ആ വെറും വെള്ളം മാത്രം കുടിച്ചിട്ട് വൈദേഹിയന്താനുമായി പള്ളിക്കുറിപ്പ് കൊണ്ടിടിനാർ. സുഖമായിട്ട് അവരവിടെ കിടന്ന് ഉറങ്ങി. എങ്ങനെയാ ഉറങ്ങിയത്? പ്രാസാദമൂർധ്നി പര്യങ്കേ. എങ്ങനെയാണോ കൊട്ടാരത്തിലെ രാജമന്ദിരത്തിന്റെ മുകളിൽ സ്വർണ്ണക്കട്ടില് സിൽക്ക് മെത്തയില് പട്ടും വിരിച്ച് കിടന്നുറങ്ങുമ്പോൾ ഉറങ്ങുന്നത്, അതേ ഭാവത്തിൽ ഉറങ്ങി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മഹാത്മാക്കൾക്ക്, സ്ഥിതപ്രജ്ഞർക്ക്, മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞവർക്ക് കൊട്ടാരത്തിൽ ഉറങ്ങുന്നതും കാട്ടിൽ ഉറങ്ങുന്നതും ഒരുപോലെ. എന്തുകൊണ്ട്? ഉള്ളിൽ ആത്മ സുഖം അനുഭവിക്കുന്നവർക്ക് ബാഹ്യസുഖത്തിൽ താല്പര്യമില്ല. അല്ലേ? നേരത്തെ പറഞ്ഞ ആത്മനി ഏവ ആത്മന തുഷ്ടഃ. പക്ഷെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ദുഃഖം ആർക്കാ ഉണ്ടായത്? കണ്ടിരുന്ന ഗുഹന്. ഇത് പറയുകയാണേ, പുഷ്കരനേത്രനെ കണ്ടീലയോ സഖേ പർണതൽപേ ഭുവി ദാരുമൂലേ കിടന്നർണോജനേത്രൻ ഉറങ്ങുമാറായിതു. പറയുന്നത് കേട്ടാ തോന്നും ഗുഹൻ ഇത് വിരിച്ചു കൊടുത്തപ്പോൾ അങ്ങോട്ട് ഉറങ്ങാതിരിക്കും വല്ലതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാമെന്ന് വിചാരിച്ചോന്ന് ഗുഹൻ തെറ്റിദ്ധരിച്ചോന്ന് തോന്നും. ആ കർന്ന് ഉറങ്ങുന്നത് കണ്ടില്ലേ ഭഗവാൻ. ഇതെന്താ സങ്കടം ഉണ്ടായത്? സ്വർണതൽപേ ഭവനോത്തമേ സൽപുരേ പുണ്യപുരുഷൻ ജനകാത്മജയോടും പള്ളിക്കുറിപ്പ് കൊള്ളും മുന്നമിന്നിഹ പല്ലവ പല്യങ്കസയും നിവനാന്തരേ. ശ്രീരാമദേവന് ദുഃഖമുണ്ടാക്കുവാൻ കാരണഭൂതയായി വന്നിതു കൈകേയി മന്ധരാചിത്തമാസ്തായ. കൈകേയിതാൻ ഹന്ത മഹാപാപമാചരിച്ചാളല്ലോ. ഗുഹന്റെ ചിന്ത ആ വഴിക്കാണ് പോയത്. ശ്രീരാമദേവന് ദുഃഖമുണ്ടാക്കുവാൻ ആരാ കാരണം? മന്ധരാചിത്തമാസ്തായ കൈകേയിയാണ്. മന്ധരയുടെ ദുശ്ചിന്തയ്ക്ക് വശപ്പെട്ടു പോയ കൈകേയിയാണല്ലോ അതിന് കാരണം. അപ്പോഴാണ് ലക്ഷ്മണൻ അതിന് പറയുന്ന പ്രസിദ്ധമായ 3-4 വരികൾ. നമ്മൾ പലപ്പോഴും ഇവിടെ അത് ഉദ്ധരിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. കസ്യ ദുഃഖസ്യ ഗോ ഹേതുർജഗത്രേ കസ്യ സുഖസ്യ വാ ഗോവിഹേതു സഖേ. ആരാരുടെ ദുഃഖത്തിന് കാരണമാകുന്നു, ആരാരുടെ സുഖത്തിന് കാരണമാകുന്നു? പൂർവജന്മാർജിത കർമ്മമത്രേ ഭുവി. സർവലോകർക്കും സുഖദുഃഖ കാരണം. നന്നായിട്ട് അണ്ടർലൈൻ ചെയ്ത് പഠിച്ചോളൂ. പുസ്തകത്തിൽ അണ്ടർലൈൻ ചെയ്യണ്ട, മനസ്സിൽ അണ്ടർലൈൻ ചെയ്തോളൂ. പൂർവജന്മാർജിത കർമ്മമത്രേ ഭുവി സർവലോകർക്കും സുഖദുഃഖ കാരണം. നമ്മുടെ കർമ്മങ്ങളെ കൊണ്ട് പണ്ട് നമ്മൾ സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുന്ന അതിൻ്റെ ഫലം ഇപ്പോൾ അനുഭവിക്കലാണ്. ഇപ്പൊ സുഖദുഃഖങ്ങളെയൊക്കെ തീരുമാനിക്കുന്നത് എന്താണ്? കീഴിൽ ചെയ്ത ശുഭാശുഭകർമ്മം മേലിൽ സുഖദുഃഖത്തിന് കാരണം. സുഖമൊരു ദുഃഖം കൂടാതെ കണ്ടൊരുവനുമുണ്ടോ നാരായണ ജയ. കീഴിൽ ചെയ്ത ശുഭ അശുഭ കർമ്മങ്ങളാണ് ഇപ്പോൾ സുഖ ദുഃഖ അനുഭവങ്ങളായിട്ട് വരുന്നത്. പണ്ട് ചെയ്ത ദോഷകർമ്മങ്ങളുടെ പാപകർമ്മങ്ങളുടെയൊക്കെ ഫലമാണ് ഇപ്പോൾ വ്യാധിരൂപേണ ജായതേ. ആധിയായിട്ടും വ്യാധിയായിട്ടും ഒക്കെ വന്ന് നമ്മളെ ഉപദ്രവിക്കുന്നതൊക്കെ പണ്ട് ചെയ്തിട്ടുള്ള കർമ്മങ്ങളുടെ ഫലമാണ്. ദുഃഖസുഖങ്ങൾ ദാനം ചെയ്വതിന്നാരും ഉൾക്കാമ്പൊൽ ഓർത്തു കണ്ടാലില്ല നിർണയം. ആരും ഇങ്ങനെ ഒരു കുടം നിറച്ച് ദുഃഖവുമായി വെച്ചുകൊണ്ടിരിക്കുന്നു, ഒരു കുടം നിറച്ച് സുഖവും വെച്ചുകൊണ്ടിരിക്കുന്നു. വലത്തെ കൈ കൊണ്ട് കൊടുക്കുന്നതൊക്കെ സുഖം, ഇടത്തെ കൈ കൊണ്ട് കൊടുക്കുന്ന ദുഃഖം, അങ്ങനെയൊന്നുമില്ല. പിന്നെ ആർക്കാ അത് തോന്നുന്നത്? ഏകൻ മമ സുഖദാത, മറ്റേകൻ മമ ദുഃഖദാത. ഇതൊക്കെ ആർക്കാ തോന്നുന്നത്?